നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ വളരെ ഞെട്ടലോടെ കേട്ടൊരു വാർത്തയുണ്ട്. ഒരു കുടുംബത്തിലെ 3 സഹോദരിമാര് 9ാം നിലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തുന്ന്. എന്താന്നല്ലേ? ഫോണ് കാണരുതെന്ന് പറഞ്ഞിട്ട് ഒരു കൊറിയൻ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയുടെ കയ്യിൽ നിന്ന് അവരുടെ അച്ഛൻ ഫോണിനെ പൊട്ടിച്ച് വാങ്ങിച്ചത് കൊണ്ട് ദേഷ്യം വന്ന കുട്ടികളാണ് ഇങ്ങനെ ചെയ്തത്. ഇവിടെ കുറ്റം പറയേണ്ടത് ആ കുട്ടികളെയാണോ? ഫോണിനെയാണോ? അച്ഛനെയാണോ? കുടുംബ സാഹചര്യത്തിനെയാണ് കുറ്റം പറയേണ്ടത്. കുട്ടികൾ ഒരിക്കലും എനിക്ക് ഫോൺ തായോ എന്ന് പറഞ്ഞിട്ടല്ല ഭൂമിയിലേക്ക് വരുന്നത്. അവരെ കേൾക്കാനും അവർക്ക് വേണ്ടി സമയം ചെലവാക്കാനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫാമിലിയാണ് എങ്കിൽ ഒരിക്കലും കുട്ടികൾ ഫോൺ ഡിമാൻഡ് ചെയ്യില്ല. അവരുടെ പരാതികൾക്കും പരിഭവങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾക്കും സന്തോഷങ്ങൾക്കും എല്ലാം അത് ഷെയർ ചെയ്യാനും അവർക്ക് പറഞ്ഞൊന്ന് ആശ്വസിക്കാനും ഹ്യൂമൻ റിലേഷൻഷിപ്സ് ഉണ്ട് എങ്കിൽ എന്തിനാണ് ഫോണ്? അപ്പോൾ ഫോണ് അഡിക്ഷനുള്ള കുട്ടികളുടെ കുടുംബ സാഹചര്യം എന്തോ തകരാറിലാണ് എന്ന് നമ്മൾ ഒരു റെഡ് ഫ്ലാഗ് വെക്കേണ്ട ഒരു കാര്യമാണ്. കുട്ടികൾ അമിതമായിട്ട് ഫോണ് ചോദിക്കുന്നു. ദാറ്റ് മീൻസ് ദ ചൈൽഡ് ഈസ് ഇഗ്നോർഡ് ഇൻ ദ ഫാമിലി. അവരെ ആരും കേൾക്കുന്നില്ല, അവർക്കൊന്നും ചെയ്യാനില്ല. ഒരുപാട് നോ സറൗണ്ട് ചെയ്താണ് അവർ ജീവിക്കുന്നത്. കസേരയിൽ ചവിട്ടി കയറരുത്, ജനൽ പിടിക്കരുത്, പുറത്തിറങ്ങരുത്, ഇങ്ങനെ ഒരുപാട് അരുതുകളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു കുട്ടി മറ്റെന്ത് ചെയ്യാനാണ്? അവർക്ക് ഫോണിൽ കുറേ സമയം അവർ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണും. അത് കഴിയുമ്പോൾ അവർ പതിയെ പതിയെ ഗെയിംസിലോട്ട് പോകും. ഒരു തരത്തിൽ ഒരു പരിചയവുമില്ലാതെ എവിടെയോ ഉള്ള എന്ത് ഇൻറ്റൻഷനാണ് ഉള്ളതെന്ന് കൂടി അറിയാത്ത പല ആൾക്കാരുമായിട്ട് കുട്ടികൾ ചാറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഫ്രണ്ട്ഷിപ്പിലൂടെ കുട്ടി എന്തിലേക്കോട്ടൊക്കെയാണ് തിരിഞ്ഞു പോകുന്നത്, അവർ എന്തൊക്കെ ചലഞ്ചസ് ആണ് ഏറ്റെടുക്കുന്നത്, അവർ എന്ത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് അവിടെ ഷെയർ ചെയ്യുന്നത്, അവരുടെ ഫോട്ടോസോ വീഡിയോസോ എന്തൊക്കെയാണ് അവർ ഷെയർ ചെയ്യുന്നത്, ഇതൊന്നും പാരൻസിന് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഏറ്റവും ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഫോണിൻ്റെ യൂസേജ് ഒരു അരമണിക്കൂർ ആയിട്ട് കുറയ്ക്കാം. കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒരു ശീലമാക്കുക. അന്നന്നത്തെ വിശേഷങ്ങൾ നല്ലതോ ചീത്തയോ ആയിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസ് ആ കുടുംബത്തിൽ ആ സെറ്റിങ്ങിലിരുന്ന് പറയാൻ വേണ്ടി കുട്ടികളെ അനുവദിക്കുക. അവരെ കേൾക്കാൻ ഒരാൾ ആ കുടുംബത്തിലുണ്ട് എങ്കിൽ ഒരിക്കലും കുട്ടികൾ ഫോൺ ഡിമാൻഡ് ചെയ്യില്ല. യു ആർ ദ മൈൻഡ്ഫുൾ പാരൻറ്റ്.